രായമംഗലം പഞ്ചായത്തിൽ നെല്ലിമോളത്ത് വീടിന് തീപിടിച്ചു. രേഖകളും ഫർണിച്ചറുകളും കത്തിനശിച്ചു. രായമംഗലം പഞ്ചായത്തിൽ നെല്ലിമോളത്ത് 11-ാം വാർഡിൽ പുത്തൻ വീട്ടിൽ ജോർജ് PM-ന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിനാണ് തീപിടിച്ചത്. രായമംഗലം പഞ്ചായത്തിൽ 11-ാം വാർഡിൽ 99 നമ്പർ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന തോമ്രയിൽ അന്നമ്മയുടെ വീട്ടിൽ ഇന്നലെ 8:30 മണിയോടുകൂടി ഒരു ശബ്ദം കേൾക്കുകയും കെട്ടിട ഞാൻ ചെന്ന് നോക്കുമ്പോൾ തീയും പുകയും കണ്ടു. ഉടനെ നാട്ടുകാരെ വിളിച്ച് എല്ലാവരും വന്ന് വെള്ളമൊഴിച്ച് തീ കെടുത്തി. അവരുടെ കട്ടിൽ, അലമാരി അങ്ങനെ പല സാധനങ്ങളും കത്തിനശിച്ചു. പല റെക്കോർഡുകളും കത്തിനശിച്ചായിട്ട് അറിയുന്നു. അതിന് പഞ്ചായത്തിൽ നിന്നും ഉള്ള എന്തെങ്കിലുമൊക്കെ സഹായമുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ ബിനോയ് കുര്യാക്കോസ്, അന്നമ്മ കുര്യാക്കോസ്, രേഷ്മ ബിനോയ് എന്നിവരാണ് വാടകയ്ക്ക് താമസിക്കുന്നത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം. തീപിടുത്തമുണ്ടായ സമയത്ത് വീടിനകത്ത് ആളില്ലാതിരുന്നത് വലിയ ദുരന്തം ഒഴിവായി. തിരിച്ചറിയൽ കാർഡ് തുടങ്ങിയ രേഖകളും ഫർണിച്ചറുകളും എല്ലാം കത്തിനശിച്ചു. വീട്ടുകാരും നാട്ടുകാരും ചേർന്നാണ് തീ അണച്ചത്. അപ്പോൾ ഒരു 7 മണി 8:30 മണി വരെയും കറണ്ട് ഉണ്ടായിരുന്നില്ല. 8:30 മണിയായപ്പോൾ കറണ്ട് വരാതിരുന്നപ്പോൾ വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്ത് പോയിരിക്കുകയായിരുന്നു. പുറത്ത് പോയെന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിലെ ഒരു ലോണിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മെമ്പറെ കാണാനും ഒക്കെ ആയിട്ട് പുറത്ത് ഞാനും എൻ്റെ മൂത്ത മോനും കൂടി പോയ സമയത്താണ് ഇവിടെ ഈ സംഭവം നടക്കുന്നത്. ഞാൻ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ ആരോ ഫോണിൽ വിളിച്ച് ചേച്ചി എവിടെയാണ് വീടിന് കത്ത് പിടിച്ചെന്നും പറഞ്ഞ് വിളിച്ചപ്പോഴാണ് ഞങ്ങൾ വിവരം അറിയണത്. കയറി വന്ന സമയത്ത് നാട്ടുകാരും വീട്ടോ ഉടമസ്ഥനും കൂടി ഒരുപാട് ആൾക്കാർ കൂടി വീട് വെള്ളം കോരി ഒഴിച്ച് തണുപ്പിക്കുകയൊക്കെ ചെയ്ത് കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ എല്ലാ രേഖകളും, അതായത് ആധാർ കാർഡും തിരിച്ച കാർഡും കയ്യിലുണ്ടായിരുന്നു. പക്ഷേ പാസ്പോർട്ട്, പിന്നെ ആധാരം, തുണികളെല്ലാം കട്ടിൽ, അലമാരി, അതുപോലെ തന്നെ ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ്, സ്ഥലത്തിൻ്റെ ആധാരം, അങ്ങനെ വേണ്ടപ്പെട്ട എല്ലാവിധ രേഖകളും, മരുമകളുടെ സർട്ടിഫിക്കറ്റുകൾ, അങ്ങനെ കുറേ സാധനങ്ങൾ മുഴുവനും കത്തിപ്പോയി. ഞാനും എൻ്റെ മൂത്ത മോനും കൂടിയാണ് അന്നേരം പുറത്ത് പോയിട്ട് കയറി വന്ന സമയത്ത് കത്തിക്കൊണ്ടിരുന്ന ആൾക്കാർ കിടത്തുന്ന സമയത്ത് തന്നെ വാർഡ് മെമ്പറെ വിളിച്ചു പറയുകയും വാർഡ് മെമ്പർ അപ്പം തന്നെ വരികയും മെമ്പറുടെ സാന്നിധ്യത്തിൽ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞ് KSFലേക്ക് വിളിച്ചു പറഞ്ഞ് അവരെത്തുകയും വേണ്ടുന്ന അന്വേഷണങ്ങളും കാര്യങ്ങളും ചോദിച്ചറിയുകയൊക്കെ ചെയ്തു. അവർ തിരിച്ച് പോകും, വേണ്ടുന്ന സഹായങ്ങൾ എന്നാന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ രാവിലെ പ്രസിഡന്റ്, പിന്നെ കൂടെ ആരുണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല, ഒരു സാറും കൂടെ ഉണ്ടായിരുന്നു. വന്നവർ എന്താ വേണ്ടതെന്ന് വെച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബശ്രീയിലെ CDS നിന്ന് ചെയർപേഴ്സൺ, അങ്ങനെയുള്ള അംഗങ്ങൾ, CDS അങ്ങനെയുള്ള അംഗങ്ങളൊക്കെ എത്തി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പോൾ വിഷമിക്കണ്ട, വേണ്ട രീതിയിൽ എന്നാ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു തരാം എന്ന് പറഞ്ഞ് അതുപോലെയുള്ള കാര്യങ്ങൾ നിർദ്ദേശിച്ചിട്ടാണ് അവർ പോയത്. ന്യൂസ് ബ്യൂറോ, രായമംഗലം.